ഹായ് ഫ്രണ്ട്സ്, മഴതോരുമ്പം ബെസിറ്റേൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ പൗലോസ് മീൻ കട്ട് ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പോൾ മീൻ കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഡ്രൈവർ പറയും, പൗലോസ് ഏട്ടാ അളവൊക്കെ കൃത്യമായിരിക്കണം കേട്ടോ. അപ്പോൾ പൗലോസ് പറയും, എടാ ഞാൻ സ്കെയിൽ വെച്ച് അളന്നാടാ ഞാൻ മീൻ വെട്ടുന്നത് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അലീനെ കളിയാക്കും. എന്നിട്ട് വാലും തലയും വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതെടുത്തൊരു കവറിലാക്കി സാവിത്രിയുടെ കൈ കൊടുക്കും. സാവിത്രിയാണ് അതെടുത്ത് ബിഗ് ഷോപ്പിലിട്ട്. അപ്പോൾ അലീന പറയും, പൗലോസേട്ടാ ആ എടുത്ത് വെച്ച മീനെ തിരിച്ചെടുക്കാൻ പറയും. അപ്പോൾ പൗലോസ് പറയും, എനിക്കിപ്പോൾ സൗകര്യമില്ല എടുക്കാൻ, ഞാൻ എടുക്കുന്നില്ലെന്ന് പറയും. അവതക്കുട്ടിച്ചായം വരും. അപ്പോൾ ചോദിക്കും, എന്തോ നമ്മളിവിടെ പ്രശ്നം? എല്ലാം പറയും, ഒന്നുമില്ല പച്ച എന്ന് പറയും. എന്നിട്ട് പറയും, എടുക്കാൻ പറയും. എന്നിട്ട് പൗലോസ് എടുക്കത്തില്ല. അപ്പോൾ പറയും, ഞാൻ കേണൽ സാർ പറയുന്നത് ഞാൻ കേൾക്കത്തുള്ളൂ, കുഞ്ഞ് പറയുന്നത് എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കേണൽ സാറിനെ കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെ വരണമെന്ന് പറഞ്ഞു. പൗലോസ് ആണെങ്കിൽ കേണലിനോട് എന്ന് പറയും, കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല കുഞ്ഞ്, വേസ്റ്റ് സാവിത്രിക്ക് കൊടുത്തപ്പം അവർക്ക് കൊടുത്തു വിടണ്ടെന്ന് പറഞ്ഞ് അവിടെ കുക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, എന്നോട് ഇവിടെ ഇനി കുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ അലീനയോട് പറഞ്ഞതല്ലോ കിച്ചണിൽ കയറണ്ടെന്ന്, എന്നാൽ ഞാൻ അങ്ങോട്ട് വരുവാ എന്നും പറഞ്ഞിട്ട് കിച്ചണിൽ ചെല്ലും. പൗലോസ് കേണലിനെ കാണാൻ പോയപ്പോഴത്തേക്ക് വേലക്കാർ സാവിത്രി ആ ബിഗ് ഷോപ്പിൽ നിന്ന സാധനം എടുത്ത് അവിടെ വെച്ച് ഇട്ട് അങ്ങ് പോയി. അതിൻ്റെ പിറകെ ഡ്രൈവറും പോയി. പിന്നീട് കേണലും പൗലോസും കൂടെ വന്നപ്പം ഡ്രൈവറും വേലക്കാരിയും പോയി. കിച്ചണിൽ ചെല്ലുമ്പോൾ സ്റ്റാൻലി അലീനയോട് ചോദിക്കും, അലീന നീ എന്തിനാ പൗലോസിനോട് വഴക്കിട്ടത്? നീ എന്തിനാ കിച്ചണിൽ വന്നത്? നിന്നോട് പറഞ്ഞിട്ടില്ലേ കിച്ചണിൽ വരരുതെന്ന്? അപ്പോൾ അലീന പറയും, പപ്പ ഞാൻ പൗലോസേട്ടനോട് വഴക്കിട്ടില്ല, അവിടെ എടുത്ത് വെച്ചിരുന്ന മീനിൻ്റെ പീസുകൾ അത് ആ ബിഗ് ഷോപ്പറിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാനാണ് ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയും. അലീന പറഞ്ഞു, ആ കവറിലിരിക്കുന്ന പീസ് ആ ബേസലിലോട്ടൊന്ന് എടുത്തിടാൻ പറഞ്ഞു. അപ്പോഴാണെങ്കിൽ പൗലോസ് ഇങ്ങനെ എടുത്തിടാൻ മടിച്ചിങ്ങനെ നിൽക്കും. അന്നേരം പറയും, ഞാൻ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളിവിടെ ജോലി ചെയ്യത്തില്ലെന്ന് പറയും. അത് കേൾക്കുമ്പോൾ പൗലോസ് പോയി കവറിലെ സാധനം എടുത്ത് ബേസൻ്റെ അത്തിടും. അപ്പോൾ അവതക്കുട്ടിച്ചായം പറയും, ഇതാണോടാ വേസ്റ്റ്, ഇത്രയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോടാ, നീ നിനക്ക് തിന്ന ചോറിന് നന്ദി കാണിച്ചുകൂടെടാ എന്നൊക്കെ പൗലോസിനോട് അവതക്കുട്ടിച്ചായം പറയും. സ്റ്റാൻലി അന്ന് മിണ്ടായി ഇങ്ങനെ നിൽക്കും. അലീന പറയും, ഇങ്ങനെ ഇവിടെ കിച്ചണിൽ നടക്കുന്നത്, പപ്പ ഇതൊന്നും കാണുന്നില്ല എന്നിങ്ങനെ പറയും. പറഞ്ഞിട്ട് അവൾ റൂമിലങ്ങ് പോവും. കേണൽ പിറകെ ചെല്ലും. എന്നിട്ട് കേണൽ പറയും, അലീന ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല നീ കിച്ചണിൽ കയറരുതെന്ന്, അവർ ഫുഡ് ഉണ്ടാക്കുന്നവരാണ്, അവർ വൃത്തിയായിട്ട് നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കി നമുക്ക് ടേസ്റ്റോടു കൂടി തരുന്നവരാണ്. അവരോട് നമ്മൾ എതിർത്ത് സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ ഫുഡിലുള്ള ടേസ്റ്റ് ഇല്ലാതാവുകയോ ചെയ്യുന്നത്. അതിലിച്ചിരി മുളകോ ഉപ്പോ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ഫുഡിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ അവർ നല്ലതായിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നതല്ലേ. കിച്ചണിൽ അത്രയും ലാഭിച്ചിട്ട് എനിക്കൊന്നും സമ്പാദിക്കേണ്ട കാര്യമില്ല. അവർ ആവശ്യത്തിന് കൊണ്ടുപോട്ടെ, അവർ വിനിയോഗിക്കട്ടെ, നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. ഞാൻ പൗലോസിനോട് പറഞ്ഞാൽ നീ കിച്ചണിൽ ഇനിയും കയറത്തില്ലെന്ന്, ഇപ്പം നീ വീണ്ടും പോയി കിച്ചണിൽ കയറിയപ്പോൾ അത് എൻ്റെ വാക്കിനെ എതിർത്തുകൊണ്ടാണ് നീ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മകൾ അനുസരിക്കുന്നില്ലെന്നല്ലേ അവർ വിചാരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചെറുതാവുകയല്ലേ ചെയ്തത്. എന്നെ ആരും എതിർക്കുന്നതോ എടുക്കുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല, അത് ആരായാലും എൻ്റെ അപ്പനായാൽ തന്നെ എന്ന് പറയും. ഞാൻ പറയുന്നത് അനുസരിക്കണം മറ്റുള്ളവർ, എന്നെ എതിർക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്നോട് ആജ്ഞാപിക്കുന്നത് എന്നെ പഠിപ്പിക്കാൻ വരുന്നതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല എന്നിങ്ങനെ പറയും. ഇത് ശമ്പളം കൊടുക്കുന്നില്ല, അപ്പോൾ അവർ നല്ല ഫുഡ് ഉണ്ടാക്കി തരണം. ജോലിക്കാരുടെ പപ്പയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയും. അന്നേരം നീ ആ കാര്യങ്ങളൊന്നും നോക്കണ്ട, കിച്ചണിലെ കാര്യങ്ങൾ ലാഭം പിടിച്ചിട്ട് എനിക്കിവിടെ ഒന്നും നേടാനില്ല. നിനക്ക് എന്തോ വേണ്ടത്? നിനക്ക് സ്ഥലങ്ങൾ കാണാൻ പോകണോ? അതാ വേണ്ടത്. നിന്നെ ഞാൻ കിച്ചണിലെ ജോലിക്കോ ഒന്നുമല്ല ഇവിടെ കൊണ്ടുവന്നത്. നീ ഇവിടെ സന്തോഷിച്ച് ജീവിക്കണം, അതിനുവേണ്ടി നീ കിച്ചണിലെ കാര്യങ്ങൾ നോക്കുകയോ വേണ്ട. നിനക്ക് എന്ത് വേണം? നിനക്ക് എവിടെ പോകണം? നിനക്ക് പാസ്പോർട്ട് എടുത്തിട്ട് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാം, സ്ഥലങ്ങൾ കാണാൻ പോകാം. നിനക്ക് ഡ്രൈവിങ് പഠിക്കണമെങ്കിൽ അതിനുള്ള ഏർപ്പാടാക്കാം. നീ അങ്ങനെയുള്ളതൊക്കെ ചിന്തിക്കുക. അല്ലാതെ നീ കിച്ചണിലെ കാര്യങ്ങൾ എന്തിനാണ് നോക്കുന്നത്? അവരുടെ കാര്യത്തിൽ ഇടപെടുകയോ വേണ്ട. 1 മാസം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ള ഇത് ചാർജ് എനിക്ക് താ, ഞാൻ ചെയ്തു തരാം എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടതെന്ന്. അവർക്ക് കൊടുക്കുന്ന ആ ക്യാഷ് എനിക്ക് തരൂ. എന്തിനാണ് നീ അങ്ങനെ ചെയ്യുന്നത്? നിനക്ക് എത്ര വേണം, എത്ര ലക്ഷം വേണോ അത് ഞാൻ തരും. എന്താ നിനക്ക് വേണ്ട അത് നീ പറഞ്ഞാൽ മതി എന്ന് പറയും. ടൗൺ ഹാളിൽ ഒരു ഫംഗ്ഷനായിട്ട് നടത്തി അലീന എന്ന പെൺകുട്ടി എൻ്റെ മകളാണെന്ന് അറിയിക്കാൻ ഞാൻ ഇരിക്കുകയാണെന്ന് സ്റ്റാൻലി അലീനയോട് പറയും. കിച്ചണിലെ കാര്യങ്ങൾ നോക്കാനൊന്നും പോകാതെ അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കൂ എന്നൊക്കെ സ്റ്റാൻലി പറയും. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ആ ടേബിൾ നിറയെ ഫുഡ് വേണം,
ഞാൻ എത്ര കഴിച്ചു, ഞാൻ കഴിച്ചതിൻ്റെ ബാലൻസ് എത്ര വരുന്നു ഒന്നും ഞാൻ കണക്ക് നോക്കാറില്ല. ഞാൻ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ. അപ്പം ഞാൻ അവിടെ ലാഭം പിടിക്കാറില്ല. ഞാൻ ഫുഡ് നിറഞ്ഞ ടേബിളിലാണ് ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ എന്തുമാത്രം കഴിക്കുന്നു, എന്ത് വേസ്റ്റ് ആകുന്നു എന്നും ഞാൻ അവിടെ ചിന്തിക്കാറില്ല. എനിക്കിഷ്ടമുള്ള ഫുഡ് കഴിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നു. അവിടെ എന്ത് വേസ്റ്റ് ആകുന്നു, അത് ആർക്ക് എടുക്കുന്നു ഒന്നും ഞാൻ ചിന്തിക്കുന്ന കാര്യമേ ഇല്ല. അപ്പോൾ ലീന പറയും, ആ ടേബിളിൽ ഇരുന്ന് പപ്പ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങ് കഴക്കൂട്ടത്ത് അനാഥാലയത്തിൽ സ്റ്റാൻലി പപ്പയുടെ മകൾ ഈ അലീന മറ്റുള്ളവർ കഴിച്ചതിൻ്റെ ബാലൻസ് ഫുഡിന് വേണ്ടി ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് അനാഥാലയത്തിൽ ഇതുപോലെ സ്റ്റാൻലി പപ്പമാരുടെ എന്നെപ്പോലുള്ള അലീനമാർ ഒരുപാട് പേര് അനാഥാലയത്തിൽ ഇപ്പോഴും കാത്തിരിപ്പുണ്ട് എന്ന് അലീന പറയുമ്പോൾ സ്റ്റാൻലി ഒന്നും പറയാതെ ഇറങ്ങിപ്പോവുക ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.